ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫെയർവെൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ റെഡിയായി പോകുന്നതിൻ്റെ കുറച്ച് ഓട്ടവും ബഹളങ്ങളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിലും ഫെയർവെൽ ഉണ്ടെങ്കിലും നമുക്ക് രാവിലെ ടു ഉച്ച വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മള് ക്ലാസ്സിലെത്തി. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ രാവിലെ ടു ഉച്ച വരെ ക്ലാസ് ആണ്. അപ്പോൾ PPT പ്രസന്റേഷൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ 2 പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ 2 പീരീഡ് ഫ്രീ കിട്ടി. ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇന്ന് ഫെയർവെൽ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിന് ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ 2-3 ക്ലിപ്പൊക്കെ എടുത്തു. അപ്പം തന്നെ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് നമ്മളെ ജൂനിയേഴ്സ് എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഗ്രാൻഡായിട്ട് നമ്മളെ അവർ വെൽക്കം ചെയ്തു. നല്ല രീതിക്ക് അവരെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ എല്ലാ ഫെയർവെല്ലിനും പോലെ നമ്മുടെ സാർമാരും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും HODയും എല്ലാവരും നമുക്ക് ഫീഡ്ബാക്ക് തന്നു. പിന്നെ നമ്മുടെ ജൂനിയേഴ്സിൻ്റെ വക നല്ല അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ നമുക്ക് കുറച്ച് ടാസ്കുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഗെയിം അവർ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ ചെന്നിട്ട് ഗെയിം കളിക്കണം. ഭാഗ്യത്തിന് എന്തായാലും ഞാൻ ഇല്ലായിരുന്നു. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർ തന്ന ഗൈഡ് ലൈൻസിൽ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആ ഗെയിം നൈസായിട്ട് കളിച്ചു. ഗെയിമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഫണ്ണായിട്ട് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ബ്യൂട്ടി കോൺഷ്യസ് ആരാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ വോട്ട് ചെയ്ത് ജയിച്ച ആളാണ് അതിൻ്റെ വിന്നറായിട്ട് വരുന്നത്. അപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് ഫ്യൂച്ചർ ഇൻഫ്ലുവൻസർ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനാവുന്നു. പക്ഷെ എന്നെയും കടത്തി വെട്ടിക്കൊണ്ട് ഞങ്ങളുടെ സുഖമാണ് ഫ്യൂച്ചർ ഇൻഫ്ലുവൻസർ ആയത്. അങ്ങനെ ഞങ്ങളുടെ ഹൃദയ ഫാഷൻ ഐക്കണുമായി. അതുപോലെ തന്നെ അമീന ഗോൾഡൻ ഫിഷ് മെമ്മറിക്കുള്ള അവാർഡ് മേടിച്ചു. കൂടാതെ ആൽഫിക്ക് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ലേറ്റായിട്ട് വരുന്ന അവാർഡും കിട്ടി. അതുപോലെ തന്നെ നേഹയ്ക്ക് ഫുഡി എന്നുള്ള അവാർഡും കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് കുറേയധികം തെറ്റുകളുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത് നമ്മുടെ ലാസ്റ്റ് കോളേജിലെ പെർഫോമൻസ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഒത്തുകൂടി പഠിച്ചു. ഡാൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജൂനിയേഴ്സിൻ്റെ വക നമ്മുടെ ക്ലാസ്സിലുള്ള ആര്യ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്ക് ചെറിയൊരു സർപ്രൈസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് കട്ടിങ് ആയിരുന്നു. അത് ആര്യയ്ക്ക് ശരിക്കും സർപ്രൈസായി. അവൾ ചെറുതായിട്ട് കാര്യമൊക്കെ ചെയ്തു. ആൻഡ് അവൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ബെസ്റ്റ് ജോഡി അവാർഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ പിന്നെയും പിന്തള്ളിക്കൊണ്ട് ഞങ്ങളുടെ സുഹു ആഗ്നസുമാണ് ഫസ്റ്റ് അടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് നല്ലൊരു വീഡിയോ പ്ലേ ചെയ്തു. നമ്മുടെ ഈ 2 വർഷത്തെ ഏറ്റവും നല്ല നല്ല മെമ്മറീസ് ആയിട്ടുള്ള ഇതിൻ്റെ കുറേ വീഡിയോസാണ് അവർ പ്ലേ ചെയ്യുന്നത്. മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം ഉന്നോളം ചേരേ
കുറച്ച് ഇമോഷണലി ഡൗൺ ആയപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് അടുത്ത ടാസ്ക് ആയിട്ട് വന്നു. ബോയ്സിനായിരുന്നു ഈ ടാസ്ക്. ഇതെന്ന് വെച്ചാൽ ബോയ്സ് സാരി ഉടുത്ത് റാംബോക്ക് ചെയ്യുക എന്നായിരുന്നു. 2 ടീമായിട്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നമ്മുടെ അച്ഛനും നമ്മുടെ കുറച്ച് ബോയ്സും കൂടെ ചേർന്നിട്ടായിരുന്നു. നമ്മുടെ അച്ഛനായിരുന്നു ഫസ്റ്റ് അടിച്ചത്. സെക്കൻഡ് ടീമിൽ അതുപോലെ വേറെ ബോയ്സ് ആയിരുന്നു. അവരും നന്നായിട്ട് തന്നെ സാരിയൊക്കെ ഉടുത്ത് റാംബോക്കൊക്കെ ചെയ്തു. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റും കൂടെ തന്നിട്ടാണ് നമ്മുടെ ഈ പരിപാടി ഇവർ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ.